ഹായ് മക്കൾസ്, വെൽക്കം ടു എജുപോഡ്. ഇറ്റ്സ് മീ അസ്ലം. മക്കളെ, നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ 9th ഫസ്റ്റ് ചാപ്റ്ററായ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ ജസ്റ്റ് ഒന്ന് മുഴുവനായിട്ടൊന്ന് ഓടിച്ചു വിടാനാടാ. അപ്പോൾ എൻ്റെ മക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, ഈ വീഡിയോ നന്നായിട്ട് ഫുള്ള് കാണുക. നിങ്ങളെന്ത് ചെയ്യുക, ഈ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. മക്കളെ, നിങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ തരും. അപ്പോൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൻ്റെ മൊത്തം ഒരു ഔട്ട്ലൈനാണ്. ആ ഒരു ചാർട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. ആ ചാർട്ട് നിങ്ങൾ പഠിച്ചങ്ങോട്ട് പോയിക്കോളി, എക്സാം അടിച്ച് പൊളിച്ചങ്ങോട്ട് പോരി. ഓക്കെ മക്കളെ, നമ്മളെ ഫസ്റ്റ് ഈ ചാപ്റ്റർ നിങ്ങൾക്കറിയാം സ്ട്രക്ചർ ഓഫ് ആറ്റാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ആറ്റം എന്താടാ, ആറ്റത്തിന് എത്ര ഷെല്ലുണ്ട്, അതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ എൻ്റെ മക്കളെ, നമുക്ക് ഈ പാഠത്തിൻ്റെ ടോട്ടലൊന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പം നിങ്ങൾ നിർബന്ധമായും ഇത് നന്നായിട്ട് പഠിച്ചു പോവുക. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് നിങ്ങൾക്കറിയാം, സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നാണ് അല്ലേ. അപ്പോൾ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ, ആറ്റം എന്നുള്ള കൺസെപ്റ്റ് ആദ്യമായി കൊണ്ടുവന്നത് മറ്റാരുമല്ല, ആരാടാ, ഡാൾട്ടനാണ്. ആരാണ്? ഡാൾട്ടനാണ് ഫസ്റ്റ് ആറ്റത്തെക്കുറിച്ച് അറ്റോമിക് തിയറി കൊണ്ടുവന്നത്. അതിനുശേഷം ഒരുപാട് സയൻറ്റിസ്റ്റുകൾ വന്നിരുന്നു, അവരൊക്കെ ഓരോന്ന് കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തിയതിൻ്റെ ഫലമായിട്ട് അതിൽ പി വന്നു, ഇ വന്നു, എൻ വന്നു. ആരാണ് ഈ പി, ഇ, എൻ? പി എന്താടാ, പ്രോട്ടോൺ ആണ്. ഇ എന്താടാ, ഇലക്ട്രോൺ ആണ്. എൻ എന്താടാ, ന്യൂട്രോൺ ആണ്. ഇതൊക്കെ കണ്ടെത്തി ഫൈനലി നമ്മൾ എന്ത് ആറ്റം മോഡലിലേക്ക് എത്തുകയാണ്? ബോർ ആറ്റം മോഡൽ. ഇതാണ് നിങ്ങളെ ചാപ്റ്ററിൻ്റെ പകുതി പറയണത്. അപ്പം ഞാൻ ഈ ഒരൊറ്റ സ്ലൈഡിൽ ഞാൻ ഈ ചാപ്റ്ററിൻ്റെ പകുതി മുക്കാൽ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ നന്നായി ശ്രദ്ധിക്കുമല്ലോ. നോക്കുക, അപ്പോൾ അറ്റോമിക് തിയറി കൊണ്ടുവന്നത് ഡാൾട്ടനാണ്. അതിൽ പ്രോട്ടോൺ വന്നു, ഇലക്ട്രോൺ വന്നു, ന്യൂട്രോൺ വന്നു അല്ലേ. അതിൽ നിങ്ങൾ മനസ്സിലാക്കുക, പ്രോട്ടോണിൻ്റെ ചാർജ് എന്താടാ, പോസിറ്റീവാണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താടാ, നെഗറ്റീവാണ്. ന്യൂട്രോൺ എന്തില്ല, ചാർജില്ല, ചാർജ്ലെസ് ആണ്. മറക്കില്ലല്ലോ മക്കളെ. യെസ്. ഇനി പ്രോട്ടോൺ പോസിറ്റീവ് ആണ്, മീൻസ് പോസിറ്റീവ് ആദ്യമായി ആറ്റത്തിൽ പോസിറ്റീവ് ഉണ്ട് എന്ന് കണ്ടെത്തിയ ആളുണ്ട്. അയാളെ പേരാണടാ ഗോൾഡ്സ്റ്റീൻ. ആരാടാ? ഗോൾഡ്സ്റ്റീൻ. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് വഴിയൊക്കെയാണ് ഗോൾഡ്സ്റ്റീൻ കണ്ടെത്തിയത്. അപ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കുക, പോസിറ്റീവ് കണ്ടെത്തിയ ആളെ പേര് മറക്കണ്ട, ഗോൾഡ്സ്റ്റീൻ ആണ്. ഓക്കെ, അതിനുശേഷം പോസിറ്റീവിൽ പ്രോട്ടോൺ ഉണ്ട്, അല്ലെങ്കിൽ പ്രോട്ടോൺ എന്നുള്ളൊരു കൺസെപ്റ്റ്, മീൻസ് പ്രോട്ടോൺ ആണ് എന്ന് കണ്ടെത്തിയത് ആരാടാ? റൂദർഫോർഡ് ആണ്. ആരാ മക്കളെ? റൂദർഫോർഡ്. മറക്കണ്ട. അപ്പോൾ പ്രോട്ടോൺ എന്നുള്ളത് കൺസെപ്റ്റ് കൊണ്ടുവന്നത്, ആറ്റത്തിൻ്റെ സെൻട്രൽ ആണെന്നും കൊണ്ടുവന്നത് ആരാണ്? റൂദർഫോർഡ് ആണ്. അപ്പോൾ ഈ സയൻറ്റിസ്റ്റുകളുടെ പേര് മറക്കരുത്, മാച്ച് ദ ഫോളോയിങ്ങിൽ വരുന്നതാണ്. റൂദർഫോർഡ് കണ്ടെത്തി, അതും ഏത് എക്സ്പെരിമെൻറ്റ് വഴിയാണ് മക്കളെ? ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്. ഏത് എക്സ്പെരിമെൻ്റ് വഴിയാടാ? ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്. ആ എക്സ്പെരിമെൻറ്റിൽ മൂപ്പരെന്താണ് കൂടുതൽ ആൽഫ റൈസ് പാസ് ചെയ്തു. അങ്ങനെ ഭൂരിഭാഗം നേരെ പോയി, ചിലതൊക്കെ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്തിട്ടൊക്കെ വന്നു. എന്നാൽ സെൻട്രലിലൂടെ എന്തായിട്ടില്ല, ആൽഫ പാർട്ടിക്കിൾസ് പോയില്ല. അപ്പോൾ മൂപ്പര് സെൻറ്ററിന് എന്ത് പേരിട്ടിരുന്നു? ന്യൂക്ലിയസ് എന്നൊക്കെ പേരിട്ടിരുന്നു. അങ്ങനെ ന്യൂക്ലിയസിൽ പ്രോട്ടോൺ ഉണ്ടെന്നൊക്കെ കണ്ടെത്തി. അങ്ങനെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് ഒക്കെ വഴി കണ്ടെത്തി അദ്ദേഹം ഒരു ആറ്റം മോഡൽ കൊണ്ടുവന്നിരുന്നു. ആ ആറ്റം മോഡലിനെ നമുക്കൊരു പേര് വിളിക്കാം. എന്താടാ വിളിക്കുക? പ്ലാനറ്ററി മോഡൽ. ആരാടാ? പ്ലാനറ്ററി മോഡൽ. സൗരയുധ മാതൃക എന്നൊക്കെ പറയും. പ്ലാനറ്ററി മോഡൽ, സൗരയുധ മാതൃക. പക്ഷേ അതാരും അംഗീകരിച്ചില്ല. ഇനി മക്കളെ, ഇലക്ട്രോണ്. നല്ല കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എന്താ ചെയ്തിട്ടുണ്ട് മക്കളെ, ഇൻഷോർട്ടായിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് ഈ ചാപ്റ്റർ മൊത്തത്തിലൊന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ അതിലെന്താടാ? നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ആദ്യമായിട്ട് നെഗറ്റീവ് ചാർജ് കൊണ്ടുവന്നത് ആരാന്ന് ചോദിക്കും. അപ്പോൾ എൻ്റെ മക്കൾ പഠിച്ചു വെക്കുക, ആദ്യമായി നെഗറ്റീവ് ചാർജ് കൊണ്ടുവന്നത് മറ്റാരുമല്ല, വില്യം ക്രൂക്സ് ആടാ. വില്യം ക്രൂക്സ്. ആരാ മക്കളെ? വില്യം ക്രൂക്സ്. മറക്കൂലല്ലോ. അപ്പോൾ വില്യം ക്രൂക്സ് ആണ് ഏത് ചാർജ് കൊണ്ടുവന്നത്? നെഗറ്റീവ് ചാർജ് കൊണ്ടുവന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, ഈ നെഗറ്റീവിനെ ഇലക്ട്രോൺ എന്ന് പേരിട്ടു. ആരാ മക്കളെ ഇലക്ട്രോൺ എന്ന് പേരിട്ടത്? മറ്റാരുമല്ല, ജെ തോംസൺ ആണ്. ആരാ മക്കളെ? ജെ തോംസൺ. മറക്കൂലല്ലോ. അദ്ദേഹം ഏത് എക്സ്പെരിമെൻ്റ് വഴിയാണ് കണ്ടെത്തിയത്? ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്. ഏത് ട്യൂബാ മക്കളെ? ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് വഴി കണ്ടെത്തി. അങ്ങനെ മൂപ്പരിങ്ങനെ കണ്ടെത്തി. അതിന് ഓരോ ആൽഫ റേസും ഇവിടെ കണ്ടെത്തിയെങ്കിൽ ഡിസ്ചാർജ് ട്യൂബിൽ കാഥോഡ് റേസും, മീൻസ് അങ്ങനെ റേസുകളൊക്കെ ആയിട്ട് പാസ് ചെയ്തെന്നൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ,
അങ്ങനെ അതിന് മാസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു, അതിനെന്ത് ഷാഡോ കാണിക്കാം, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ മൂപ്പര് എന്ത് ചെയ്തിട്ടുണ്ട്, മൂപ്പരേതായിട്ടുള്ള ഇൻഫറൻസും മൂപ്പരുടേതായിട്ടുള്ള നിഗമനവും കാര്യങ്ങളൊക്കെ എത്തിയിരുന്നു. അപ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കുക, നെഗറ്റീവ് കൊണ്ടെത്തിയത് ആരാടാ? വില്യം ക്രൂക്സ് ആണ്. അതിന് ഇലക്ട്രോൺ എന്ന് പേരിട്ടത് ആരാ? ജെ തോംസൺ. അത് ഏത് എക്സ്പെരിമെൻ്റ് വഴിയാണ്? ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് വഴി കണ്ടെത്തിയിട്ടാണ്. മക്കൾക്ക് കിട്ടിയോ? സെറ്റല്ലേടാ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾ നിർബന്ധമായി എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. പിന്നെ മക്കളെ ന്യൂട്രോൺ. ആരാ മക്കളെ? ന്യൂട്രോൺ കണ്ടെത്തിയത്. ന്യൂട്രോൺ എന്താണ്? ആരാ കണ്ടെത്തിയത് നോക്കാം. ന്യൂട്രോൺ കണ്ടെത്തിയ മറ്റാരുമല്ല, ജെയിംസ് ചാഡ്വിക് ആടാ. ആരാ മക്കളെ? ജെയിംസ് ചാഡ്വിക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായി, ഇതാണ് നിങ്ങളെ ചാപ്റ്ററിൻ്റെ പകുതി മുക്കാൽ. അങ്ങനെ ജെ തോംസൺ ഒരു ആറ്റം മോഡൽ കൊണ്ടുവന്നിനി, പ്ലം പുഡിംഗ് മോഡൽ. അതും ആരും എന്തായിട്ടില്ല മക്കളെ? അംഗീകരിച്ചിട്ടില്ല. ഇത് മൂപ്പരുത് എന്താണ്? ഇലക്ട്രിക്കലി ന്യൂട്രലാന്നാണ് എല്ലാവരും പറഞ്ഞത്. പ്ലാനറ്ററി മോഡലും ആരും അംഗീകരിച്ചില്ല. കാരണം അതിലെന്തുണ്ട്? അതെന്ത് ചെയ്തിട്ടുണ്ട്? അതിൻ്റെ ചാർജ് കഴിഞ്ഞിട്ട് അത് ഉടുക്കെത്താം, സെൻറ്റർക്ക് എത്താമെന്നും പറഞ്ഞു. പക്ഷെ അതിന് കൂടുതലായിട്ടൊന്നും പറയാൻ ആർക്ക് കഴിഞ്ഞിട്ടില്ല? റൂദർഫോർഡിന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇതൊക്കെ മറികടന്നുകൊണ്ട് ഒരാളൊരു ആറ്റം മോഡൽ കൊണ്ടുവന്നു, ബോർ. അയാളുതാണ് സയൻറ്റിസ്റ്റ് ലോകം അംഗീകരിച്ചത്. ഇനി എൻ്റെ മക്കളെ ഇത്രയും പറഞ്ഞ സംഗതി നിങ്ങൾക്ക് ഒറ്റയടിക്ക് പഠിക്കാൻ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. പെൻ RTC ഒന്ന് പറഞ്ഞേടാ. പെൻ RTC. പി എന്താടാ? ഇ എന്താ? പി എന്ന് പറയുമ്പോൾ എൻ്റെ മക്കൾ മറക്കണ്ട, പ്രോട്ടോൺ ആണ്. ഈ എൻ്റെ മക്കൾ മറക്കണ്ട, ഇലക്ട്രോൺ. എൻ്റെ മക്കൾ മറക്കണ്ട, ന്യൂട്രോൺ. പഠിച്ചില്ലേ? പെൻ, പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് മറ്റാരുമല്ല, ആറാണ്. ആരാടാ? റൂദർഫോർഡ് ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാടാ? തോംസൺ ആണ്. ആരാണ്? തോംസൺ. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് സി ആണ്. സി എന്ന് പറയുമ്പോൾ ആരാടാ? ചാഡ്വിക് ആണ്. മറക്കൂലല്ലോ. പെൻ RTC. എൻ്റെ മക്കൾ എന്ന് പറഞ്ഞേ, പെൻ RTC. പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ്, ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ്, ന്യൂട്രോൺ എന്തില്ലടാ? ചാർജ് ഇല്ല. അപ്പോൾ എൻ്റെ മക്കൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. പിന്നെ നിങ്ങൾക്കറിയാം, ഈ പാഠത്തിൽ ആറ്റത്തിൻ്റെ എലമെൻസും അതുപോലെ തന്നെ എലമെൻസുകളൊക്കെ തന്നിട്ട് അതിൻ്റെ അറ്റോമിക് മാസും അതുമൊക്കെ കാണാനുണ്ട്. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. മക്കളെ ഇവിടെ നിയോൺ 10, 20, കാൽഷ്യം 20, 40. ഞാനൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എൻ്റെ മക്കൾക്ക് അതിൻ്റെ ആൻസർ കിട്ടുമോ നോക്കുക. ഒറ്റയടിക്ക് പറയാടാ. നോക്കുക, ഇതിൽ Z എന്ന് പറഞ്ഞത് എന്താണ്? അറ്റോമിക് നമ്പറിനെയാണ് സൂചിപ്പിക്കുക. ഈ 20 എന്ന് പറഞ്ഞ എന്താടാ? എ എന്ന് പറയുമ്പോൾ എന്താ? മാസ് നമ്പർ. മുകളിലുള്ളത് എന്താണ്? മാസ് നമ്പറും അടിയിലുള്ള എന്താണ്? അറ്റോമിക് നമ്പറുമാണ്. അപ്പോൾ അറ്റോമിക് നമ്പറിനെ സൂചിപ്പിക്കുന്നതാണ് Z, മാസ് നമ്പറിനെ സൂചിപ്പിക്കുന്നതാണ് എന്ത്? എ എന്ന് ആലോചിക്കുക. അപ്പോൾ എ കാണുമ്പോൾ കുറേ കുട്ടികൾ സാറേ എ എന്ന് പറയുമ്പോൾ എന്താ? അറ്റോമിക് നമ്പറിൻ്റെ സിമ്പലല്ലേ? എൻ്റെ പുറത്ത് എം പുറത്ത് രസം കൊടുത്താൽ എന്തായി മക്കളെ? മാസമായി. എന്നാ പറഞ്ഞോളെ, അറ്റോമിക് നമ്പർ എത്രടാ? 10. മാസ് നമ്പർ എത്രടാ? 20. ഇതിൻ്റെ പ്രോട്ടോണ്, ഇലക്ട്രോണ്, ന്യൂട്രോൺ നിങ്ങളോട് കാണാൻ ചോദിക്കും. മക്കളെ അറ്റോമിക് നമ്പർ കിട്ടിയോ? അതന്നെയാണ് പ്രോട്ടോണും ഇലക്ട്രോണും. എന്നാ പറഞ്ഞോളി, പ്രോട്ടോൺ എത്രയേ? 10. ഇലക്ട്രോൺ എത്രയേ? 10. ന്യൂട്രോൺ കാണാൻ മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പർ കുറക്കുക. അതായത് മുകളിലത്തെ സംഖ്യയിൽ നിന്ന് താഴത്തെ സംഖ്യ കുറക്കുക. അപ്പോൾ എൻ്റെ മക്കൾ പറഞ്ഞേ, 20 - 10 എത്രയടാ? 10. കിട്ടിയോ? എൻ്റെ മക്കൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞേ. കാൽഷ്യത്തിൻ്റെ Z എന്താ? എ എന്താ? പി എന്താ? ഇ എന്താ? എൻ എന്താ? എന്നാ പറഞ്ഞോളി മക്കളെ. Z എന്താ? 20 അല്ലേ? അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ എത്ര? 20 അല്ലേ? മാസ് നമ്പർ എത്ര? മാസ് നമ്പർ എത്ര? 40. നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ നിങ്ങളോട് കാണാൻ പറഞ്ഞാൽ കണ്ടൂടെ? എങ്ങനെ കാണുക? ഈ താഴെത്തുന്ന ഈ നമ്പർ തന്നെയാണ് പ്രോട്ടോണും ഇലക്ട്രോണും. എന്നാ പറഞ്ഞോളി, Z തന്നെയാണ് പിയും ഇയും. എന്നാ പറഞ്ഞോളി, 20. ഇലക്ട്രോൺ എത്രടാ? 20. ഇനി ന്യൂട്രോൺ കാണാം. ന്യൂട്രോൺ എങ്ങനെ കാണുക മക്കളെ? മുകളിലത്തെ സംഖ്യ എന്ത് ചെയ്യുക? താഴത്തെ സംഖ്യ കുറക്കുക. അപ്പം 40 - 20 എത്രടാ? 20. കിട്ടിയോ? എൻ്റെ മക്കൾ ഫ്രീ ആണ് എന്ന് വിചാരിക്കുന്നു. എപ്പോഴാണോ ഒഴിവിട്ടണേ ഒക്കെ ഇങ്ങനെ ചെയ്ത് നോക്കുക. കാർബൺ 6, 12. ഇതിൻ്റെ ആൻസർ ഒന്ന് ചെയ്ത് നോക്കണ്ട കേട്ടോ. കാർബൺ 6, 12. ഇതിൻ്റെ അറ്റോമിക് നമ്പർ നിങ്ങൾക്ക് തന്നെ അറിയാം. അറ്റോമിക് നമ്പർ എത്ര? ഞാൻ ഇനി സമയം കളയുന്നില്ല. അറ്റോമിക് നമ്പർ 6 ആണ്. മാസ് നമ്പർ എത്രയാണ്? 12 ആണ്. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് വിളിക്കാം? അറ്റോമിക് നമ്പർ. ഈ അറ്റോമിക് നമ്പർ തന്നെയാടാ പ്രോട്ടോണും ഇലക്ട്രോണും. മാസ് നമ്പറിൽ നിന്നും നമുക്ക് എന്താ കാണേണ്ടത്? ന്യൂട്രോൺ കാണണമെന്നുണ്ടെങ്കിൽ ഇതും തമ്മിൽ കുറക്കുക. മക്കളെ ഒന്ന് കുറച്ച് നോക്കി. 12 - 6 എത്രയാടാ? 6. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതിൻ്റെ അറ്റോമിക് നമ്പർ എത്ര? 6. പ്രോട്ടോൺ എത്ര? 6. ഇലക്ട്രോൺ എത്ര? 6. സെറ്റല്ലേടാ? യെസ്.
ഇനി മക്കളെ ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. ഐസോമറിസും മീൻസ് ഐസോടോപ്പ്, ഐസോബാർ, ഐസോമറിസം, ഐസോട്ടോൺ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കും. അതിന് മുന്നേ വേറൊരു കാര്യം, ആറ്റം മോഡൽ കൊണ്ടിരുന്ന ബോറാറ്റം മോഡൽ ഒന്ന് പറയാം. ബോറാറ്റം മോഡൽ എന്ന് പറയുമ്പോൾ മൂപ്പര് ഓരോ ഷെല്ലുകളാക്കി തിരിച്ചിട്ടുണ്ട്. ഷെല്ലിൽ ഓരോ ഇലക്ട്രോൺസുകളും കൊടുത്തിട്ടുണ്ട്. ആ ഷെല്ലുകൾ ഏതൊക്കെയാണ് നോക്കാം. ഒന്ന് പറഞ്ഞേടാ. കെ, എൽ, എം, എൻ. കെയിൽ എത്ര ഇലക്ട്രോൺസ് കൊള്ളും? 2, എൽ 8, എമ്മിൽ 18, എന്നിൽ 32. ഇങ്ങനെയാണ് ഇലക്ട്രോൺസ് കൊള്ളുക. ആ ഇലക്ട്രോൺസ് വെച്ചിട്ട് ബോർ ആറ്റോമിക് മോഡൽ വരക്കാനുണ്ടാവും. അപ്പോൾ എൻ്റെ മക്കളെ ഇതൊന്ന് പറഞ്ഞേ. അലൂമിനിയം 13 സ്ഥിരമായിട്ട് എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻസുകളാണ് 10നും 18നും ഇടക്ക്. അപ്പോൾ എൻ്റെ മക്കളൊന്ന് പറഞ്ഞേ. കെ, എൽ, എം. കെയിൽ എത്രണ്ണാടാ കൊള്ളുക? 2. എല്ലിൽ എത്രണ്ണാ കൊള്ളുക? 8. എമ്മിൽ എത്രണ്ണാ കൊള്ളുക? 13 ആയതുകൊണ്ട് ലാസ്റ്റ് 3 വരിക. ഈ ലാസ്റ്റ് സംഖ്യക്കാർ അവിടെ വരിക. ഇനി എൻ്റെ ബോറാറ്റം മോഡൽ വരക്കാൻ പറയുമ്പോൾ വരച്ചൂടെ? ആദ്യം നമ്മൾ വരക്കുക ന്യൂക്ലിയസ് വരക്കല്ലേ. അതിലുണ്ടാവും പ്രോട്ടോണും ന്യൂട്രോണും. ഫസ്റ്റ് ഷെല്ല് വരക്കുക. അതിൽ എത്ര ഉണ്ട്? 2. അപ്പോൾ 2 ഡോട്ട് ഇങ്ങനെ വരക്കുക. എത്ര ഡോട്ട് വരക്കുക? 2 ഡോട്ട് ഇങ്ങനെ വരക്കുക. 2. ഈ രണ്ടാമത്തെ ഷെല്ലിൽ എത്രടാ? രണ്ടാമത്തെ ഷെല്ല് പറഞ്ഞേ. രണ്ടാമത്തെ ഷെല്ലിൽ എത്ര എണ്ണം കൊള്ളുക? എല്ലല്ലേ. എല്ലിൽ എത്ര എണ്ണം ഉണ്ടാവും? 8 എണ്ണം ഉണ്ടാവും അല്ലേ. 8 എണ്ണം വരക്കുക. 1, 2, 3, 4, 5, 6, 7, 8. മക്കളെ ലാസ്റ്റ് ഷെല്ല് പറഞ്ഞേ. ലാസ്റ്റ് ഷെല്ല് എം ഷെല്ലാണ്. അതിൽ എത്ര എണ്ണം ഉണ്ടാവും? 3 എണ്ണം ഉണ്ടാവും അല്ലേ. എൻ്റെ മക്കൾ പറഞ്ഞേ. 1, 2, 3. കിട്ടിയോടാ? അപ്പോൾ ഇതുപോലെ ബോർ മോഡൽ വരക്കാനുണ്ടാവും. എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് ചെയ്ത് നോക്കുക. ആർഗൺ 18, അതുപോലെ തന്നെ നൈട്രജൻ 7, ഇതൊക്കെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ മക്കളെ നമ്മുടെ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് 2 കാര്യമുണ്ട്. അത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ആരൊക്കെയാടാ? ഐസോടോപ്പും അതുപോലെ തന്നെ ആരുണ്ടടാ? ഐസോബാറും. ഐസോടോപ്പും ഐസോബാറും വളരെ സിമ്പിളാണ്. വാട്ട് ഈസ് ഐസോടോപ്പ്, വാട്ട് ഈസ് ഐസോബാർ എന്ന് ചോദിക്കും. ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ സെയിം അറ്റോമിക് നമ്പർ. ഒന്ന് പറഞ്ഞേടാ. സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറൻറ്റ് മാസ് നമ്പർ. അത് ഞാൻ ഇങ്ങനെ ഇനി ഫുള്ളായിട്ട് ചെയ്താൽ അത് ഒറ്റയടിക്കാൻ പറഞ്ഞുതരാം. എൻ്റെ മക്കളൊന്ന് ആലോചിച്ച് നോക്കുക. സെയിം എസ് എ ഡിഫറൻറ്റ് ഡി എം. എസ് എ എന്ന് പറയുമ്പോൾ എന്താടാ? സെയിം അറ്റോമിക് നമ്പർ. ഡി എം എന്ന് പറയുമ്പോൾ എന്താ? ഡിഫറൻറ്റ് മാസ് നമ്പർ. എന്നാൽ അത് നേരെ തിരിച്ചിങ്ങോട്ട് പറഞ്ഞേ. ഇവിടെ വന്ന് പറഞ്ഞേ. അത് നേരെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പറഞ്ഞാൽ മതി. എസ് എം ഡി എ. അപ്പോൾ എൻ്റെ മക്കൾ എന്താ എസ് എം എന്ന് പറയുമ്പോൾ? സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറൻറ്റ് അറ്റോമിക് നമ്പർ. ആ മാസ് നമ്പർ എന്താണ്? സെയിം ആയിക്കാരം, പക്ഷേ അറ്റോമിക് നമ്പർ എന്താണ്? ഡിഫറൻ്റ് ആണ്. എന്നാൽ നോക്കിക്കോളി മക്കൾ. അതിൻ്റെ എക്സാമ്പിൾ നോക്കുക. H AR പൊട്ടാസ്യം കാൽഷ്യം. 1 1 1. ഇവിടെ എന്താടാ? സെയിം അറ്റോമിക് നമ്പർ ആണ്. എന്നാൽ മുകളിൽ 1 2 3 ഡിഫറൻറ്റ് എന്താടാ? മാസ് നമ്പർ ആണ്. മുകളിൽ മാസ് നമ്പറിലൊക്കെ എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. എന്നാൽ അതൊന്ന് പറഞ്ഞേ. പിന്നെ ഒരു കാര്യം, ഐസോ ടോപ്പ് എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മക്കൾ ആലോചിക്കുക അത് ടോപ്പിലാണ് വ്യത്യാസം. കണ്ടോ? ഇത് ടോപ്പിലല്ല വ്യത്യാസം, ടോപ്പിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഏത് ടോപ്പാടാ? ഐസോ ടോപ്പ്. ഓക്കെ. എന്നാൽ ഐസോബാർ എന്ന് പറഞ്ഞു നോക്കുക. നോക്കിക്കോളി. ഇവിടെ 18 19 20. എന്നാൽ മുകളിലോ 40. മുകളിലോ മക്കളെ അല്ല പോയോ? 40 40 40. അതൊന്ന് പറഞ്ഞേ. മുകളിലല്ലല്ലോ വ്യത്യാസം, അടിയിലല്ലേ വ്യത്യാസം. എന്നാൽ എന്താ വ്യത്യാസം പറഞ്ഞത്? സെയിം മാസ് നമ്പർ. എന്നാൽ അത് പറഞ്ഞോളി. സെയിം മാസ് നമ്പർ. ഇത് സെയിം അല്ലേ, ബട്ട് ഡിഫറൻറ്റ് അറ്റോമിക് നമ്പർ. ഓക്കെ അല്ലേടാ? അപ്പോൾ മുകളിൽ വ്യത്യാസമുള്ളത് ഇതാണ്. അപ്പോൾ ടോപ്പിലാണ് വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഐസോ ടോപ്പാണ്. ഇത് അടിയിലാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ അത് ഏത് ബാറാടാ? ഐസോബാർ. കിട്ടിയോടാ? അപ്പോൾ ഇത്രയുമാണ് മക്കളെ നമ്മുടെ ഈ ചാപ്റ്റർ. അപ്പോൾ നന്നായി പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. നിങ്ങളുടെ എജുപോർട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും, അസ്ലം സാറും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സെറ്റല്ലേ മക്കളെ? അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഗായ്സ്. ബൈ.